ഹിന്ദു പുരാണങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ത്രിമൂർത്തികളിൽ ഒരാളാണ് മഹാവിഷ്ണു. പ്രപഞ്ചത്തിൻ്റെ സ്ഥിതികാരകനായ അതായത് സംരക്ഷകനാണ് വിഷ്ണു ഭഗവാൻ. ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോഴെല്ലാം ലോകത്തെ രക്ഷിക്കാനായി അവതാരങ്ങൾ എടുക്കുന്നു എന്നാണല്ലോ വിശ്വാസം. ഇനി പാലാഴിയിലെ ശയനം. മഹാവിഷ്ണുവിൻ്റെ രൂപം തന്നെ പ്രശാന്തതയുടെ പ്രതീകമാണ്. പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപ് അനന്തൻ അതായത് ആദിശേഷൻ എന്ന വലിപ്പമേറിയ സർപ്പത്തിന്മേൽ ക്ഷീരസാഗരത്തിൽ ലക്ഷ്മി ദേവിയോടൊപ്പം പള്ളി കൊള്ളുന്ന രൂപത്തിലാണ് വിഷ്ണു ഭഗവാനെ സാധാരണയായിട്ട് ചിത്രീകരിക്കാറുള്ളത്. ഭഗവാന്റെ നാഭിയിൽ നിന്ന് മുളച്ചു പൊന്തിയ താമരയിലാണ് സ്രഷ്ടാവായ ബ്രഹ്മാവ് ജനിക്കുന്നത്. മഹാവിഷ്ണുവിൻ്റെ കഥകളിൽ ഏറ്റവും പ്രധാനം ഭഗവാന്റെ ദശാവതാരങ്ങളാണ്. ലോകത്തിൽ അധർമ്മം വർദ്ധിക്കുമ്പോൾ നന്മയെ സംരക്ഷിക്കാൻ ഭഗവാൻ എടുത്ത 10 പ്രധാന അവതാരങ്ങൾ: മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി. ഇനി ഭഗവാൻ വിഷ്ണു എപ്പോഴും ഭക്തവത്സലനാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഭക്തരെ അദ്ദേഹം കൈവിടാറില്ല എന്നതിന് പുരാണങ്ങളിൽ നിരവധി കഥകളുണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രഹ്ലാദൻ്റെ കഥ. അച്ഛനായ ഹിരണ്യകശിപു ഭഗവാനെ നിന്ദിച്ചപ്പോഴും കുഞ്ഞായ പ്രഹ്ലാദൻ വിഷ്ണുനാമം ജപിച്ചുകൊണ്ടിരുന്നു. നിന്റെ ഹരി ഈ തൂണിലുണ്ടോ എന്ന് ചോദിച്ച് ഹിരണ്യകശിപു തൂൺ അടിച്ചു പൊട്ടിച്ചപ്പോൾ ഭക്തൻ്റെ വാക്ക് സത്യമാക്കാൻ ഭഗവാൻ നരസിംഹമൂർത്തിയായി തൂൺ പിളർന്ന് പുറത്തു വന്നു. അതുപോലെ തന്നെ ഗജേന്ദ്രമോക്ഷം. മുതലയുടെ പിടിയിലകപ്പെട്ട ഗജേന്ദ്രൻ എന്ന ആന രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ലാതെ ഒടുവിൽ ഒരു താമരപ്പൂവ് ഉയർത്തി നാരായണ എന്ന് വിളിച്ചു കരഞ്ഞു. ഭക്തൻ്റെ വിളി കേട്ട ഭഗവാൻ ഉടൻ തന്നെ തൻ്റെ വാഹനമായ ഗരുഡൻ്റെ പുറത്തേറി അവിടെ എത്തി സുദർശന ചക്രം കൊണ്ട് മുതലയെ വധിച്ച് ആനയെ രക്ഷിച്ചു. മഹാവിഷ്ണുവിൻ്റെ കഥകൾ കേവലം കഥകളല്ല, മറിച്ച് അവ നന്മയുടെ വിജയത്തെയും അഹങ്കാരത്തിൻ്റെ പതനത്തെയും ഈശ്വരനോടുള്ള സദ്ഭക്തിയുടെ പ്രാധാന്യത്തെയും കുറിക്കുന്നതാണ്.